ലിസ്ബത്ത് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി അച്ചാറാണ്. നെല്ലിക്ക കൊണ്ടുള്ള അച്ചാർ. അത് വെറൈറ്റി ആണെങ്കിലും അതുപോലെ ടേസ്റ്റും സൂപ്പർ ടേസ്റ്റ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് തയ്യാറാക്കാൻ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. 1/2 കിലോ നെല്ലിക്ക വേണം. പിന്നെ എരിവിനായിട്ട് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഒരു 6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3/4 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 കപ്പ് മല്ലിയില വേണം. 2 തണ്ട് കറിവേപ്പില വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 കപ്പ് വിനീഗർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, ഉപ്പ്, പഞ്ചസാര, 1 കപ്പ് വെള്ളം. നെല്ലിക്ക നല്ലതുപോലെ കഴുകിയെടുക്കണം. അതിനുശേഷം അതൊന്ന് വേവിക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ നേരത്തെ വെള്ളം ഒഴിക്കണം. പിന്നെ പാകത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നല്ലതുപോലെ മൂടി വെച്ച് തന്നെ വേവിക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. നെല്ലിക്ക നല്ലതുപോലെ വേവണം. അപ്പോൾ വെന്ത് കിടക്കുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ വിണ്ട് കയറി വരും. അത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കത് ഒന്നായി അടർത്തിയെടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് അടർത്തിയെടുക്കാൻ വരും. ഓരോ അല്ലികളായിട്ടിങ്ങനെ അടർന്നു തന്നെ പോരും. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് തന്നെ അരയ്ക്കാം. അപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പ് വയ്ക്കുക. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം പൊട്ടി വരുമ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ആ ചൂട് മതി ഈ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വരാനായിട്ട്. കാരണം കുറച്ചല്ലേ മുളക് പൊടിയെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കുക. അപ്പം മല്ലിയില നല്ലതുപോലെ നമ്മൾ വഴറ്റണം. അതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് പോയി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി, കാരണം നെല്ലിക്കയിൽ നമ്മൾ കുറച്ച് നേരത്തെ ചേർത്തതാണല്ലോ. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. വേണ്ടെന്നുള്ളവർക്ക് ചേർക്കാതെ ഇരിക്കാം. പക്ഷേ ആ പഞ്ചസാരയും കൂടെ വരുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങളുടെ ഒരു പാകത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വിനീഗറും വെള്ളവും ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 കപ്പ് നിങ്ങൾ വിനീഗർ ഒഴിക്കുക. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 കപ്പ് വിനീഗറോളം ഇതിൽ ചേർത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഇതിൽ ചേർക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കേണ്ടത്. നെല്ലിക്കയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് അതൊന്ന് കുറുകി വരണം. ഇപ്പോൾ ഗ്രേവി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി അന്നേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ തിളപ്പിക്കണം. ഈ മല്ലിയിലയൊക്കെ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പം പലർക്കും ഒരു സംശയം ഉണ്ടാവുമായിരിക്കും, ഈ മല്ലിയിലയുടെ ആ ടേസ്റ്റൊക്കെ വരില്ലെന്ന്. അതിൻ്റെ ടേസ്റ്റൊന്നും വരത്തില്ല. ഒരു പ്രത്യേകതരം രുചിയായിരിക്കും. അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ അച്ചാറുണ്ടല്ലോ, നെല്ലിക്ക കഴിക്കാത്തവർ പോലും ഈ അച്ചാർ കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. നമ്മളെന്നും ഒരേ രീതിയിലുള്ള അച്ചാറല്ലേ കഴിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.